മുത്തോണ്ണ ഇന്നും ചോറാണോ? അതെ. മുത്തങ്ങളെ എനിക്ക് ചോറ് മതിയേ. ആ കണ്ടാ കുഞ്ഞിനെ ഞാൻ ഒരു കാര്യം ചെയ്യാം. അത്ര ബുദ്ധിമുട്ടാണെന്ന് ഞാൻ ബിരിയാണി വെച്ചേക്കാം. ചിക്കൻ ബിരിയാണി. ബിരിയാണിയാ? ആ എന്നും ഈ ചോറ് തിന്നും മടുത്തു. വേഗാട്ടെ. അതെ പെട്ടെന്ന് റെഡിയാക്കി തരാം. ഞാൻ പുറത്ത് പോയി അരി സാധനങ്ങൾ വാങ്ങിച്ചിട്ട് പിന്നെ ചിക്കനും വാങ്ങിച്ചിട്ട് ഇവിടെ ഒന്ന് റെഡിയാക്കി തരാം. ഓ മതി, വേഗം കൊണ്ടുവാ. വേഗം വേഗം വേഗം. പിന്നെ ഒരു 3 മണിക്കൂർ തന്നാ മതി. 3 മണിക്കൂറാ? ആ ഈ മല ഇറങ്ങി 1 മണിക്കൂർ അങ്ങ് പോവാൻ. പിന്നെ ഞാൻ ഇവിടെ ആകാരം വെക്കണം. അതിന് 3 മണിക്കൂർ. എനിക്ക് ചോറ് മതി. എല്ലാം വന്ന് കഴിക്കാം. അയ്യോ എനിക്ക് വേണ്ട മാഡം. എന്താ വേണ്ടേ? വേണ്ട. എന്നാ പിന്നെ പോയിച്ചോ. അല്ല ഇച്ചിരി കഴിക്കാം. അതാണല്ലോ ചോദിച്ചത്. എനിക്ക് അറിഞ്ഞൂടെ താൻ കഴിക്കുമെന്നുള്ളത്. ഇത് എപ്പ എത്തി? എന്നോടാണോ? കൊച്ചു സമയമായ എന്തോ കുറച്ചു നേരം മുമ്പ് വന്നെന്ന്. ഒന്നുകിൽ മലയാളത്തിൽ പറയണം അല്ലെങ്കിൽ ഹിന്ദിയിൽ പറയണം. രണ്ടും കെട്ട ഭാഷയിൽ സംസാരിച്ചാൽ ഞാൻ ചോറ് കഴിക്കില്ല. അതെന്താ മാതൃഭാഷയും ദേശീയ ഭാഷയും കൂട്ടി യോജിപ്പിച്ച് സംസാരിച്ചാൽ നീ എനിക്ക് ചോറ് വരത്തല്ലേ? ചുമ്മാതാണോ ഇവൻ ഏതാണ്ടൊക്കെ ഇവര് അറിയാൻ വയ്യ ഹിന്ദി. അതാ. മതി 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 മതി. അയ്യോ മതി, കുറച്ച് മതി. മതി മതി മതി. പ്രക്ഷോഭപ്പെട്ട ലഞ്ചിന് വരുന്നത് വിളിച്ച് പറഞ്ഞില്ലായിരുന്നല്ലോ? പെട്ടെന്ന് വരേണ്ട ഒരു അവസ്ഥ വന്നു. അല്ല കുഞ്ഞിന് ചോറ് വെള്ളം വിട്ടേ? എനിക്കൊന്നും വേണ്ട. വേണ്ടേ? എന്താടാ കഴിച്ചാല്? എന്താ നിന്റെ മോന്തെല്ലാം കൂടെ വല്ലാതിരിക്കുന്നത്? എന്തോ അടി? അറിയില്ല അമ്മ. എനിക്കറിയാൻ പറ്റില്ല എന്താന്നുള്ളത്. അമ്മ എന്തിനാ ആ സൈൻ തെറ്റിച്ചിട്ടത്? എടാ അതിന്റെ കാര്യമാണോ ഈ പറഞ്ഞേ? അതാ ഞാൻ പറഞ്ഞത്. അതൊരു ചെറിയൊരു അബദ്ധം പറ്റിപ്പോയതല്ലേ. അത് ബാങ്കുകാരോട് പറഞ്ഞാ പോരെ. അതിന് നീ ഇങ്ങനെ ചൂടാവുന്നെന്തിനാ? അമ്മക്ക് എന്നോട് അത് പറയാം, എനിക്കത് മനസ്സിലാവും. പക്ഷെ ആ PK ഏജൻസിയിലെ സ്റ്റാഫിന് മുമ്പിൽ ഞാൻ എന്തുമാത്രം നാണം കെട്ടെന്നറിയാമോ? ആ ചെക്ക് ബാങ്കിൽ പോയപ്പോഴത്തേക്കും മാനേജർ എന്നോട് എന്താ ചോദിച്ചതെന്നറിയാമോ? അമ്മയുടെ ഒപ്പം എന്തിനാ മക ഇട്ടിരിക്കണേന്ന്. ഞാൻ അങ്ങ് ഇൻസൾട്ട് ആയിപ്പോയി. അതൊക്കെ ആളൊരു തമാശ ചോദിച്ചായിരിക്കും. നമുക്കെന്താ അവിടെ പൈസ കടപ്പില്ലയോ മോനിട്ടുണ്ടോ ഒന്ന് ഓട്ടിച്ചോണ്ട് പോകാനായിട്ട്? അത് അയാൾ കളിക്കാണ് ചോദിച്ചെങ്കിലും ഞാൻ എന്തുമാത്രം ഇൻസൾട്ടഡ് ആയെന്നറിയാമോ? എന്റെ കുഞ്ഞെ, ഞാനിത് മനഃപൂർവ്വം ഒന്നും ചെയ്തതല്ല. നീ ഇപ്പൊ അഥവാ നിനക്ക് അതുകൊണ്ടൊരു മനപ്രയാസം ഉണ്ടെങ്കിൽ ഞാനൊരു സോറ് പറയേണ്ട കാര്യമില്ല. മാഡം ഇക്കാര്യത്തിൽ ഒരു തെറ്റും ചെയ്തിട്ടില്ല. മനഃപൂർവ്വം അല്ലാന്ന് അമ്മ പറയുന്നു. അപ്പൊ പിന്നെ ആ ഒപ്പിട്ടതാരാ? അമ്മ തന്നെയല്ലേ? മാഡത്തിന്റെ തെറ്റല്ലെന്ന് ഞാൻ പറഞ്ഞില്ലേ? ഞാൻ പറഞ്ഞില്ലേ എന്റെ കൊച്ചമ്മയ്ക്ക് തെറ്റ് പറ്റൂല. അതെനിക്ക് ഉറപ്പാ. വെറുതെ സംസാരിച്ച് വഷളാക്കല്ല. അബദ്ധം പറ്റിയതാണെങ്കിൽ അതങ്ങ് സമ്മതിച്ചാ പോരെ? ആ പ്രശ്നം അവിടെ തീർന്നില്ലേ? ഇതിന് വേറൊരു കാരണമുണ്ട്. മാഡത്തിന് ഇപ്പൊ ഒരു അസുഖം വന്നിട്ടുണ്ട്. അസുഖോ? ചേട്ടാ കാര്യം എന്തോന്നൊന്ന് തെളിച്ച് പറ. അല്ല അതിനെ ഈ രോഗം വന്നിട്ടുണ്ടെന്ന് പറയാനായിട്ട് ഡോക്ടറിനെ കണ്ടില്ല, ചെക്കപ്പ് നടത്തില്ല, പിന്നെ എങ്ങനെ അസുഖം എന്നൊക്കെ പറയും? അല്ല അതൊക്കെ ഞാനും മാഡവും കൂടെ കൊണ്ടുപോയി ചെക്കപ്പ് ചെയ്ത്. ഞങ്ങൾ അറിഞ്ഞില്ലായിരുന്നു. നിങ്ങൾ അറിയേണ്ട കാര്യമില്ലല്ലോ. ഇനി ഈ ഡോക്ടർമാർ അന്ന് ചെക്ക് ചെയ്യാൻ ചെന്നപ്പോ ഡോക്ടർ പറഞ്ഞതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് മയോമി ജിയോഗ്രഫി. മയോമി ജിയോഗ്രഫി. പിന്നെ പ്രതീക്ഷ പോയതും കൂടെ വാലുപോലെ സുരഭി പോയതും പിന്നെ കമ്പനിയിലെ പ്രശ്നങ്ങളും ഒക്കെ മാഡത്തിനെ മാനസികമായിട്ട് ഒരുപാട് അസ്വസ്ഥയാക്കിയിട്ടുണ്ട്. നിർത്തിക്കേ. അതൊക്കെ നമുക്ക് മനസ്സിലാക്കാം. അതല്ലല്ലോ ഇവിടുത്തെ പ്രശ്നം. അമ്മയുടെ ഒപ്പ് എങ്ങനെ മാറിയിട്ടു അത് പറ. അതായത് ഈ രോഗാവസ്ഥയില് ഉറക്കം കിട്ടുന്നില്ല, ഉറങ്ങാൻ പറ്റത്തില്ല. ഉറക്കം കിട്ടിയില്ലേ മനുഷ്യന് ഒപ്പെന്നുള്ളതല്ല ആളിനെ വരെ മാറും. ഈ ഉറക്കം കിട്ടിയില്ലെങ്കിൽ ഒപ്പൊക്കെ മാറിപ്പോകും. അതന്നെ, ഞാനും ഉറക്കമില്ലാതെ ഇരുന്നിട്ടുണ്ട്. പക്ഷെ എന്റെ ഒപ്പൊന്നും ഇതുവരെ മാറിപ്പോയിട്ടൊന്നുമില്ല. ഇത് ചുമ്മാ പറയുന്നതായിട്ട് എനിക്ക് തോന്നണം. അല്ലല്ല, എന്റെ കൊച്ചമ്മയ്ക്ക് ഒന്നുമില്ല, ഒരു അസുഖവും ഇല്ല. ഇല്ലേ കൊച്ചമ്മ? നിങ്ങൾ പറയുന്ന പോലല്ല. ഉറങ്ങിയില്ലേ മനുഷ്യന്റെ സ്വഭാവത്തിന് തന്നെ മാറ്റങ്ങൾ സംഭവിക്കും. അത് ശരിയാ. ഉറങ്ങിയില്ലെങ്കിൽ നമ്മൾ ഓർമ്മശക്തിയെ വരെ അത് ബാധിക്കും. കൊച്ചിന് വിവരമുണ്ട്. നീ ഉണ്ടായിരുന്നേ, നീ ഇതെന്തറിഞ്ഞിട്ടേ പറയണേ? നീ അതിനെ കിടന്ന് വരട്ടി ചുമ്മാ ചോദിച്ചേ. നിന്നെ അവളെ വഴക്ക് പറയുന്നത്? ചേടാ നീ 2 ദിവസം ഉറങ്ങാതിരുന്ന് നോക്ക്, അപ്പൊ അറിയാം അതിന്റെ വിശേഷം. അമ്മ 2 ദിവസമല്ലേ പറഞ്ഞേ? 3 ദിവസം ഉറങ്ങാതിരിക്കാം. ഞാൻ മാത്രമല്ല, മുത്തു അണ്ണനും പ്രശോഭേട്ടനും. അല്ല ഞാനില്ല. ഞാൻ ഉണ്ട്. അല്ല ഉറങ്ങാതെ എനിക്ക് അടുക്കളയിൽ ജോലിയൊക്കെ ഉള്ളതാണ്. നമ്മൾ 3 പേര് ഈ വെല്ലുവിളി ഏറ്റെടുക്കണം. അല്ല അതൊന്നും കൂടെ ഒന്ന് ആലോചിച്ചിട്ട് പോരെ? ഇല്ല, ഒന്നും ആലോചിക്കാനില്ല അല്ലേ? വെല്ലുവിളി എങ്കിൽ വെല്ലുവിളി. 3 ദിവസം നിങ്ങൾ ഉറങ്ങാതിരുന്നിട്ടും നിങ്ങളുടെ സ്വഭാവത്തിന് വേറെ മാറ്റങ്ങളൊന്നും വന്നില്ലെങ്കിൽ മാഡം നിങ്ങളോട് മാപ്പ് പറയും. അതെ, ഓക്കെ. വെല്ലുവിളി സ്വീകരിച്ചിരിക്കുന്നു. ചെക്ക്.
ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം. ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ, ആസ്വദിക്കൂ.